ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2023 ഡിസംബർ 23 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിന്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഏതെന്ന് പഠനത്തിലൂടെ കണ്ടെത്തി. ഏതാണ് ആ പാസ്വേഡ്? ഉത്തരം 123456. പനാമ ആസ്ഥാനമായുള്ള നോർത്ത് പാസ് സോഫ്റ്റ്വെയർ കമ്പനിയുടേതാണ് കണ്ടെത്തൽ. 45 ലക്ഷം അക്കൗണ്ടുകളുടെയെങ്കിലും പാസ്വേഡ് 123456 ആണ്. കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന പാസ്വേഡുകളിൽ അഡ്മിൻ രണ്ടാമതും 12345678 മൂന്നാമതുമാണെന്നും കണ്ടെത്തി. അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും അടങ്ങുന്ന 20 ക്യാരക്ടർ എങ്കിലുമുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കണമെന്നും അക്കൗണ്ട് ഉടമകളോട് നോർത്ത് പാസ് നിർദ്ദേശിക്കുന്നു. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഊരുവിലക്കിന് വിധേയയായ ഗോത്രവനിത അടുത്തിടെ അന്തരിച്ചു. പേര്? ഉത്തരം ബുദ്ധിനി മെജാൻ. 1959 ഡിസംബർ 6 ഇന്നത്തെ ജാർഖണ്ഡിൽ ദാമോദർ നദിയിലെ പാഞ്ചേ തണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നെഹ്റുവിനെ മാലയിട്ട് സ്വീകരിച്ചത് ബുദ്ധിനിയായിരുന്നു. ആ മാല നെഹ്റു ബുദ്ധിനിക്ക് തിരികെയിട്ടു നൽകി. അണക്കെട്ടിലെ നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്ന അന്ന് 15-കാരിയായ ബുദ്ധിനി ഗോത്രത്തിന് പുറത്തുള്ളയാളെ മാലയിട്ടു എന്ന കാരണത്താൽ സാന്താൾ ഗോത്ര സമൂഹം ബുദ്ധിനിയെ തിരസ്കരിച്ചു. ബുദ്ധിനി എന്ന പേരിൽ അവരുടെ ജീവിതം സാറ ജോസഫ് നോവലിലൂടെ ആവിഷ്കരിച്ചു. 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ? ഉത്തരം പെരുമാൾ മുരുകൻ. ഫയർബേർഡ് എന്ന നോവലിനാണ് പുരസ്കാരം. ആലണ്ട പാച്ചി എന്ന നോവൽ തമിഴിൽ നിന്ന് ജനനി കണ്ണനാണ് ഫയർബേർഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഗ്രന്ഥകാരന് 25 ലക്ഷം രൂപയും പരിഭാഷയ്ക്ക് 10 ലക്ഷം രൂപയും ലഭിക്കും. പെൻഗ്വിൻ റാൻഡം ഹൗസാണ് പ്രാസാദകർ. ഖാലിദ് ജാവേദിന്റെ ദ പാരഡൈസ് ഓഫ് ഫുഡ് ആണ് 2022 പുരസ്കാരം നേടിയത്. ബാരൻ ഫറൂവിയാണ് ഈ ഉറുദു നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. 2023 നവംബറിൽ കറാച്ചിക്കടുത്ത് വടക്കൻ അറബിക്കടലിലെ പാക് നാവിക താവളത്തിൽ നടന്ന ചൈന പാകിസ്ഥാൻ നാവിക അഭ്യാസത്തിന്റെ പേര്? ഉത്തരം സീ ഗാർഡിയൻ 3. സമുദ്രമേഖലയിലെ സുരക്ഷാ ഭീഷണിക്കുള്ള കൂട്ടായ പ്രതികരണം എന്നതാണ് അഭ്യാസത്തിന്റെ പ്രമേയം. ബ്രിട്ടനിലെ മന്ത്രിസഭ അഴിച്ചു പണിക്കിടെ ആഭ്യന്തര സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഇന്ത്യൻ വംശജ? ഉത്തരം സ്യുവെല്ല ബ്രേവർമാൻ. തമിഴ്നാട് സ്വദേശി ഉമയുടെയും ഗോവയിൽ നിന്നുള്ള ക്രിസ്റ്റഫ് ഫെർണാണ്ടസിന്റെയും മകളാണ് 43-കാരിയായ സ്യുവെല്ല. വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജെയിംസ് ക്ലെവർലിയാണ് പുതിയ ആഭ്യന്തര സെക്രട്ടറി. മുൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂണാണ് പുതിയ വിദേശകാര്യ സെക്രട്ടറി. പ്രധാനമന്ത്രി ഋഷി സുനക്കിന് പുറമെ ഗോവയിൽ കുടുംബ വേരുകളുള്ള ഇന്ത്യൻ വംശജ കെയർ കുഡിൻ ഹോ ഊർജ വകുപ്പിന്റെ സെക്രട്ടറി പദവി വഹിക്കുന്നു. ഇതോടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ബാക്കിയുള്ള പോയിന്റ്സ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.